ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഇന്ന് ഞാനൊരു ബ്രൊക്കോളി വെച്ചൊരു റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത്. ഏകദേശം കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാനിതാ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇതൊന്ന് കുറച്ച് നേരം ഇട്ട് വെക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് കുറച്ചൊക്കെ ആ ബ്രൊക്കോളി വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഈ കോഴിമുട്ട ബ്രൊക്കോളി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ബ്രൊക്കോളിയും കോഴിമുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ ബ്രൊക്കോളി മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഏകദേശം നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ. അപ്പോൾ ഈ ബ്രൊക്കോളി വെച്ചിട്ട് വേറെ ഏതെങ്കിലും റെസിപ്പീസ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.